വണ്ടിയുടെ ശബ്ദം കേട്ടതും മേട്ടും കൊണ്ട് ചാടി എണീറ്റ് കേട്ടോ. പിന്നെ അവന് പോകാൻ മൂഡില്ലാഞ്ഞിട്ടാണോ അതോ ഇനി അവനെ കൊണ്ടുപോകില്ല എന്ന് മനസ്സിലായിട്ടാണോ എന്നറിയില്ല, ആൾ അവിടെ തന്നെ അങ്ങോട്ട് കിടന്നു കേട്ടോ. മേട്ടൂരെയും കുഞ്ചൂസിൻ്റെ ട്രാവൽ കരിയർ ഇന്ന് കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ശങ്കരനെ ഇട്ടതിന് ശേഷം അവരുടെ ടോയ്സും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇവർക്ക് ഇതൊന്നും കൂടി കംഫർട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവരതിൽ കളിക്കാനൊക്കെ. ശങ്കരി അതിൽ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ആൾക്ക് മുന്നിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അങ്ങോട്ട് തൂങ്ങാൻ നിൽക്കട്ടോ. ആ ശ്രമം ഞാൻ അങ്ങോട്ട് തടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അവിടെ കളിയും കാര്യങ്ങളും കാണാം കേട്ടോ. കുറച്ചുകൂടെ കടിക്കാനുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ അവർ കംഫർട്ടാവുമെന്ന് തോന്നുന്നുണ്ട്. നേരെ പോയത് മോങ്ങത്തേക്കാണ്. മോങ്ങത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു പരിചയക്കുറവ് ശങ്കരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എടുത്തിട്ടാണ് ഞാൻ അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ കയ്യിൽ ചക്ക കണ്ടതും ശങ്കരി പിന്നെ അമ്മേനെ വിട്ടിട്ടില്ല, അമ്മേനെ പിന്നാലെ അങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ രണ്ടെണ്ണത്തിനെയും തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടിട്ട് നേരെ ഞാൻ മഞ്ചേരി CBC ക്ലിനിക്കിലേക്കാണ് പോണത്. ഇവരെ വാക്സിൻ എടുക്കാൻ വേണ്ടി 2 തവണ മൊറയൂർ പോയിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക കാരണം കൊണ്ട് നടന്നില്ല. പിന്നെ ഒന്നും നോക്കില്ല, നേരെ മഞ്ചേരിക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ശങ്കരിനെയാണ് ആദ്യം നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നത്. വാൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ച് സങ്കടകരമായിരുന്നു ഇവളുടെ പ്രതികരണമൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. 2ാമത്തെ തവണയാണ് നമ്മൾ ശങ്കരനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ശങ്കരനും ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾ ശങ്കരിയുടെ അത്ര ഉള്ളതുപോലെ തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവനെ കുറച്ച് സമയം എടുത്തു ഒന്ന് കാമാക്കാൻ. പക്ഷേ ഇതിലേറെ സമയമാണ് ഞാൻ ശങ്കരിനെ കാമാക്കാൻ എടുത്തത് കേട്ടോ. ആൾ തേങ്ങി കരയായിരുന്നു. അവസാനം 2 പേരെയും കാറിലാക്കിയതിന് ശേഷം തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അവരുടെ റെക്കോർഡും കാര്യങ്ങളും മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഷീറ്റും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ക്യാഷ്നെറ്റ് പോലത്തെ ഒരു ചെറിയൊരു സംഭവവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ പുതിയ കുറച്ച് ആളുകളൊക്കെ ബോർഡിങ്ങിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ ബീഗിളിൻ്റെ പപ്പി ഉണ്ടായിരുന്നു, ലാബ് ഉണ്ടായിരുന്നു. ഈ ഒരു ലാബിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളാരും മൈൻഡൊന്നും ചെയ്യുന്നില്ല, ഒന്ന് പോത്തള്ളേ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ അവർക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയതിനു ശേഷം കുറച്ച് അധിക സമയം ഞാൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ശങ്കരി എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല, ആളെ തേങ്ങലും സങ്കടം ഒന്നും മാറുന്നില്ല കേട്ടോ. കുഞ്ഞൂസിന് അതിന് മുന്നേ ചെറുപ്പത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു തേങ്ങലും കരച്ചിലും അന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നെഞ്ചങ്ങോട്ട് പിടിപ്പിച്ച കേസ്. ഇനിയിപ്പോൾ എന്തായാലും 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോകണമല്ലോ.